ആലപ്പുഴയുടെ ലൈറ്റ് ഹൌസിന്റെ ചരിത്ര പെരുമകൾക്ക് കവിതകളിലൂടെ ജീവൻ നൽകി തോപ്പിൽ ജാഫർ ശ്രദ്ധേയനാകുന്നു. ആലപ്പുഴയുടെ അഭിമാന ദീപമാണായില്ലം നാളിന്റെ കൊച്ചുറാണി, അറബിക്കടലിന്റെ തീരത്തു നിന്നിവൾ നാവികരെ കര കാണിക്കുന്നു. ആലപ്പുഴയുടെ അഭിമാന ദീപമാണായില്ലം നാളിന്റെ കൊച്ചുറാണി, അറബിക്കടലിന്റെ തീരത്ത് നിന്നിവൾ നാവികരെ കര കാണിക്കുന്നു. തിരുവിതാംകൂർ ആയില്യം തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച 150 വർഷം പിന്നിട്ട ആലപ്പുഴ ലൈറ്റ് ഹൌസിന്റെ ചരിത്ര പെരുമകൾക്ക് അക്ഷരജീവൻ പകർന്ന് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തോപ്പിൽ ജാഫർ. കഴിഞ്ഞ 43 വർഷമായി കവിത എഴുതുന്ന ജാഫറിന്റെ തൂലിക ആലപ്പുഴ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ എഴുത്തിലേക്ക് പകർത്തി കാണിക്കുവാൻ ജാഫറിന് കഴിഞ്ഞിട്ടുണ്ട്. 1859 മാർച്ച് 17 ആയില്യം തിരുനാൾ രാമവർമ്മ തമ്പുരാനും രാമറാവു എന്ന ദിവാനും ക്രാഫോർഡ് എന്ന ക്യാപ്റ്റനും ചേർന്നാണ് ലൈറ്റ് ഹൌസിന്റെ പ്രാരംഭ നടപടികൾ ആലോചിച്ചതായി ജാഫർ ഇമ്പമാർന്ന വരികളിലൂടെ കവിതയിൽ ചൂണ്ടിക്കാട്ടുന്നു. നാടാകെ ശോഭ ചൊരിയുന്ന സമ്പത്തിൻ ശില്പികളെയൊന്നറിഞ്ഞിടുവാൻ, നാടുനിലെ കറങ്ങുന്ന വിദേശികൾ പോലും ഇതു കാണാൻ വന്നിടുന്നു. 1859 മാർച്ച് 17 നല്ല ദിനം. 1859 മാർച്ച് 17 നല്ല ദിനം. ആയില്യം തിരുനാളും റാവു ദിവാൻജിയും ക്രോബോർഡും ചേർന്നിരുന്നാലോചിച്ചു. 1862 പണി പൂർത്തിയാക്കിയ ലൈറ്റ് ഹൌസിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഖജനാവിൽ നിന്ന് 37,000 രൂപ ചിലവായതായും 1862 മാർച്ച് 28 ആയില്യം തിരുനാൾ രാജാവ് ആലപ്പുഴ വിളക്കായും പ്രഖ്യാപിച്ചതായും ജാഫർ കുറിച്ചിടുന്നു. ചരിത്രരേഖകളെയും സംഭവങ്ങളെയും കവിതകളുടെ നനുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് കേൾവിക്കാരിൽ അത് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയാണ് തോപ്പിൽ ജാഫർ ലൈറ്റ് ഹൌസ് എന്ന കവിതയിലൂടെ ശ്രമിക്കുന്നത്. കൂടാതെ മുഖാം മസ്ജിദിലെ തങ്ങളാണ് തറക്കല്ലിട്ടതെന്നും ലൈറ്റ് ഹൌസിന് ചതുരംഗത്തിലെ റാണിയുടെ രൂപമാണെന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകളും ജാഫർ വരികളിലൂടെ വ്യക്തമാക്കുന്നു. ലജനത്ത് വാർഡ് ബംഗ്ലാവ് പറമ്പിൽ താമസിക്കുന്ന ജാഫർ ആലപ്പുഴ കടൽപ്പാലം ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങൾക്ക് അക്ഷരജീവൻ പകർന്ന് ജീവസുറ്റതാക്കാനുള്ള ശ്രമത്തിലാണ്. പഴയ സംഭവങ്ങൾ, പഴയ ചരിത്ര സ്മാരകങ്ങൾ ഒരുപാട് നമ്മുടെ ആലപ്പുഴയിലുണ്ട്. ഇന്നത്തെ കവികളൊന്നും ഇന്ന് വരെ ഉള്ള ഒരുപാട് കവികൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവരാരും ഈ രീതിയിലുള്ള എഴുതുന്നില്ല. ഈ ചരിത്രങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും ഈ സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവർ പൊക്കിക്കൊണ്ടുവരുന്നില്ല. അവർ എഴുതുന്നുണ്ടില്ലാന്നില്ല. അവർ കുറച്ച് പെണ്ണുങ്ങളെക്കുറിച്ചും പാട്ടുകളും അതും ഇതൊക്കെ തന്നെയാണ് അവരുടെ വോട്ട്. അതാണ് അവരുടെ സ്വർഗം എന്നാണ്. പക്ഷെ അതല്ല, നമുക്ക് ആവശ്യം ഇതാണ്. നമുക്ക് പഴയ സ്മാരകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് വരും തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ ഇത് പിന്നെ നിലയിൽ പോകത്തുള്ളൂ. 50 വർഷം കഴിഞ്ഞ ഈ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ഈ പടിഞ്ഞാറുള്ള ബീച്ച് കടൽപ്പാലം, ഞാനിപ്പോൾ അതിൻ്റെ കടൽപ്പാലത്തെക്കുറിച്ച് ഞാൻ എഴുതുന്നത് അതൊരു ചരിത്ര സ്മാരകമായിട്ട് മാറുകയാണ്. കടൽപ്പാലത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ എടുക്കേണ്ട, എല്ലാവർക്കും കാണാവുന്നതാണ്. ബീച്ചിൽ പോയ എല്ലാവർക്കും കാണാം. എന്താണ്, വെറും അസ്ഥിപഞ്ജരങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം കണക്ക് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു കവിത പുതുതായിട്ട് രചിക്കുന്നുണ്ട്. അതും ഈ യുവതലമുറയ്ക്ക് പ്രചോദനം കിട്ടുന്നതിന് വേണ്ടി അവരിത് അറിഞ്ഞ് മനസ്സിലാക്കി അറിയുകയും പഠിക്കുകയും ചിന്തിക്കുകയും വേണം. അതിനുവേണ്ടി മാത്രമാണ്. തുടക്കം ചലച്ചിത്ര നിരൂപകനായിട്ടാണെങ്കിലും പിന്നീട് കവിതയുടെ സാന്ദ്രതീരത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മോഹൻലാലിന്റെ തുടക്ക അഭിനയത്തെക്കുറിച്ച് എഴുതിയ നിരൂപണം ഇപ്പോഴും ജാഫർ സൂക്ഷിക്കുന്നുണ്ട്. ഷംന, ഷഹന, സജീർ, ഷഫീർ എന്നിവർ മക്കളും സാഹിദ ഭാര്യയുമാണ്. ലജനത്തുൽ മുഹമ്മദിയ സ്കൂൾ ബസിലെ ഡ്രൈവറായ ജാഫർ തന്റെ തിരക്കിനിടയിലും ചരിത്ര സ്മാരകങ്ങളെ കവിതയുടെ ആകാശത്തേക്ക് പറിച്ചു നടാനുള്ള ശ്രമത്തിലാണ് ജാഫർ. കരകാണാതലയുന്ന നാവികർക്ക് ആശ്വാസമേകിടുവാനായി വിളക്കു വേണം. വിളക്കിന്റെ രൂപവും ഭംഗിയും നൽകുവാൻ ക്രോബോർഡിനോടു പറഞ്ഞിടുന്നു.